ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിലെ ദി അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ബ്രീഫ് സമ്മറിയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു വലിയൊരു ചാപ്റ്റർ ആണല്ലേ. നമ്മൾ ബ്രീഫായിട്ട് ഇതിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സും അതുപോലെ സമ്മറിയും ആക്ടിവിറ്റീസും എല്ലാം നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഓൾസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് പോവാം. ഈ ഒരു പ്ലേ എഴുതിയിട്ടുള്ളത് പേഴ്സിവൽ വൈൽഡ് ആണ്. ഇതിലെ മെയിൻ തീം എന്ന് പറയുന്നത് എന്താണ്? ട്രൂത്ത്ഫുൾനെസ് ആണ്. അതായത് സത്യസന്ധത, അതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇന്റഗ്രിറ്റിയും ഗ്രീഡ്, അത്യാഗ്രഹവും ഫാമിലിന്റെ ലോയാലിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നു പോകുന്നുണ്ട്. ദ മെയിൻ തിങ് എന്ന് പറയുന്നത് ട്രൂത്ത് ആണ്. ഓക്കെ, ഇതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ദ പ്ലേ ഈസ് സെറ്റ് ഓൺ എ ഹോട്ട് സൺഡേ ആഫ്റ്റർനൂൺ അറ്റ് ദി ബാൽവിൻ ഫാമിലീസ് കോട്ടേജ്. ദ ഫാമിലി ആങ്ഷ്യസ്ലി വെയിറ്റ് ഫോർ റോബർട്ട് ബാൽവിൻ റിട്ടേൺ. ഈ ഒരു ഇത് നടക്കുന്നത് എവിടെയാണ്? ഒരു ഫാമിലി, ബാൽവിന്റെ ഫാമിലി കോട്ടേജിലാണ് ഇത് നടക്കുന്നത്. ഒരു സൺഡേ ആഫ്റ്റർനൂൺ ടൈമാണ് അല്ലേ പറയുന്നത്. ഫാമിലി എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെയാണ്? ഈ റോബർട്ട് ബാൽവിന്റെ റിട്ടേൺ, എവിടെയോ പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു എന്താണ് മൊമെന്റ്, അവർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ആ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയാലോ. റോബർട്ട് ബാൽവിൻ, മാർത്ത, ജോൺ, എവി, മിസ്റ്റർ മാർഷൽ, മെയ്ഡ്, ഇത്രയും ആൾക്കാരാണുള്ളത്. ഇതിലെ ഹീറോ എന്ന് പറയുന്ന ആരാണ്? ബാൽവിൻ ആണ്. അദ്ദേഹം ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അയാളുടെ വൈഫാണ് മാർത്ത, മകനാണ് ജോൺ, ഡോട്ടർ ആയിട്ടുള്ളത് എവിയാണ്. അതുപോലെ തന്നെ മാർഷൽ എന്ന് പറഞ്ഞല്ലേ ഒരു ബാങ്ക് പ്രസിഡന്റ് ആണ്. മെയ്ഡൻ ഒരു ചെറിയൊരു മൈനർ ക്യാരക്ടർ ആണ് ഇതിൽ. ഓക്കെ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാല് ബാൽവിൻ വർക്ക്ഡ് ആസ് എ സെക്രട്ടറി ടു ജോൺ ഗ്രേഷം, എ ബാങ്കർ ഹു ഹാസ് ബീൻ അറസ്റ്റഡ് ഫോർ മിസ്യൂസിങ് ഡെപ്പോസിറ്റേഴ്സ് ഫണ്ട്. അദ്ദേഹം ഒരു ബാങ്കിലെ സെക്രട്ടറി ആയിട്ടാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ എന്താണ് കുറഞ്ഞ സാലറി മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അയാൾ എന്താണ് ആ ഒരു ലിമിറ്റഡ് സാലറി വെച്ചിട്ട് അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ ബാങ്കർ, അതായത് അവര് ജോലി ചെയ്യുന്ന ആ ഒരു ബാങ്കിലെ മെയിൻ ആള്, അതായത് ഗ്രീഷം, അവരെന്താണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാണ്ട് അവിടെയുള്ള ഡെപ്പോസിറ്റ് ഫണ്ട് ഒക്കെ മിസ്യൂസ് ചെയ്തതിന് വേണ്ടിയിട്ട്. ഓക്കെ, conflict. Balvin is the only witness who can testify against Grisham. His testimony can send Grisham to jail. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇദ്ദേഹത്തിന്റെ ഈ ബാൽവിന് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മാത്രമാണ് ഈ ഒരു ഗ്രീഷം ചെയ്തിട്ടുള്ള ക്രൈം കണ്ടിട്ടുള്ള ഒരു ദൃക്സാക്ഷി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മൊഴി കാരണം എന്താണ് ഗ്രീഷം ജയിലിലേക്ക് പോകും. കാരണം അദ്ദേഹം സത്യം മാത്രമേ പറയുള്ളൂ. സത്യം പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് അദ്ദേഹം ജയിലിലേക്ക് പോവുകയും ചെയ്യും. ഗ്രേഷംസ് ഓഫർ, ആ ഒരു ടൈമിലാണ് ഗ്രേഷം എന്ത് ചെയ്യുന്നത്? ഓഫർ കൊടുക്കുന്നത്. ഹി ടെംപ്റ്റ്സ് ബാൽവിൻ വിത്ത് എ ബ്രൈബ് ഓഫ് $100,000 ടു റിമെയിൻ സൈലന്റ് ഓർ സേ ഐ ഡോണ്ട് റിമെമ്പർ. ഗ്രേഷം എന്താണ് കൈക്കൂലി കൊടുക്കുകയാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ട്? ഒന്നുകിൽ എന്ത് ചോദിച്ചാലും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് കാര്യം ചോദിച്ചാലും ഒന്നുകിൽ സൈലന്റ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ എന്താണ് ഐ ഡോണ്ട് റിമെമ്പർ, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയണം. ഈ അദ്ദേഹം അത്രയും സത്യസന്ധനായതുകൊണ്ട് തന്നെ എന്താണ് സത്യം മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എന്താണ് ഗ്രേഷം ജയിലിൽ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു ഓഫർ വെച്ചിട്ടുള്ളത്. $100,000 ആണ് കൊടുക്കാന്ന് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ട്? ജസ്റ്റ് ഒരു ഐ ഡോണ്ട് റിമെമ്പർ എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി? ഹി റിഫ്യൂസസ് ദ ബ്രൈബ്. അദ്ദേഹം അത് റിഫ്യൂസ് ചെയ്തു, അതായത് റിജക്ട് ചെയ്തു, വേണ്ടാന്ന് തന്നെ പറഞ്ഞു. എന്താ കാരണം പറഞ്ഞത്? ഹി വിൽ നോട്ട് കോംപ്രമൈസ് ഹിസ് കോൺഷ്യൻസ് ഫോർ മണി. എന്താണ് പൈസക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സാക്ഷിയെ അദ്ദേഹം എന്ത് ചെയ്യില്ല, വില വെക്കില്ല എന്നാണ് പറയുന്നത്. ഫാമിലീസ് റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഷോക്കിംഗ്ലി മാർത്ത, ജോൺ ആൻഡ് നെവി ഓൾ ട്രൈ ടു പെർസ്യൂട്ട് ബാൽവിൻ ടു അക്സെപ്റ്റ് ദ മണി ഫോർ ദി ഫാമിലീസ് ബെനിഫിറ്റ്. എല്ലാ ആൾക്കാരും എന്താ ചെയ്യുന്നത്? ഫാമിലി മൊത്തം ഭയങ്കര ഷോക്കാവാണ്. അത്രയും വലിയൊരു എമൗണ്ട് കിട്ടുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താണ് അത് റിജക്ട് ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താണ് പെർസ്യൂട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രലോഭിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അത് ആ ഒരു പൈസ വാങ്ങിക്കാൻ വേണ്ടി, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, ഫാമിലിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഫാമിലിക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവർക്കൊക്കെ എന്താണ് ഫാമിലിന്റെ മെയിൻ ഇൻകം വരുന്നത് എവിടുന്നായിരുന്നു? ഈ ഇദ്ദേഹം ജോലിക്ക് പോയിട്ടായിരുന്നു. ആ ഒരു ജോലിയാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പൊ ഇത്രയും പൈസ സ്വീകരിച്ചാൽ അവരുടെ ഫാമിലിക്ക് അത് വളരെ ബെനിഫിറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഫാമിലി അങ്ങനെ അദ്ദേഹത്തിനോട് പറയുന്നത്.
പറയുന്നത്. തീം ഓഫ് ഗ്രീഡ് ഇവിടെ എന്താണ് കാണിക്കുന്നത്? ആ ഒരു അത്യാഗ്രഹമാണ് അല്ലെ. ദ ഫാമിലി ജസ്റ്റിഫൈസ് ഡിസ്ഹോണസ്റ്റി ബൈ കോളിംഗ് ഇറ്റ് മേഴ്സി ആൻഡ് ലോയാലിറ്റി, ഷോയിങ് ഹൗ ഈസിലി പീപ്പിൾ ക്യാൻ ബി ടെംപ്റ്റഡ്. ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു സത്യസന്ധതയോട് ആദ്യം എന്താണ് യോജിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങനെ ഒരു ഓഫർ വന്ന സമയത്താണ് എല്ലാവരും എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന് എതിരായിട്ടുള്ളത്. ഈ ഒരു കുറെ പൈസ കാണുന്ന സമയത്താണ് ഇവർ പറയുന്നത് എന്ത്? ഈ ഒരു സത്യസന്ധമല്ലാത്ത കാര്യത്തിന് അവർ എന്തായിട്ടാ പറയുന്നത്? മേഴ്സി, കരുണ അല്ലെ. അതായത് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് അല്ലേ, ഫ്രണ്ടിന് ജയിലിൽ അയക്കണ്ട എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിനോട് കരുണ കാണിക്കാനൊക്കെയാണ് അവർ പറയുന്നത്. ഒരു ലോയൽ ഫ്രണ്ട് ആയിട്ട് നിൽക്കാനൊക്കെയാണ് ഫാമിലി പറയുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? ആളുകൾ എന്താണ് പെട്ടെന്ന് തന്നെ ടെംപ്റ്റഡ് ആവും. അവർക്ക് എന്താണ് ആർത്തി വരുന്നത്, അല്ലെങ്കിൽ അവർ ഭയങ്കര അത്യാഗ്രഹികളാവുന്നു. ഒരുപാട് പൈസ കാണുന്ന സമയത്ത് അവരുടെ ആ ഒരു ഓണസ്റ്റി, സത്യസന്ധതയും കാര്യങ്ങളൊക്കെ മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. Balvin's integrity. He insists that even 3 false words, "I don't remember," would destroy his lifelong honesty. അദ്ദേഹം പറയുന്നത് എന്താണ്? ആകെ 3 വേർഡ്സേ ഉള്ളൂ. ആ തെറ്റായിട്ടുള്ള 3 വേർഡ്സ്, ഐ ഡോണ്ട് റിമെമ്പർ, ഇതൊരു 3 വേർഡാണല്ലേ. പക്ഷെ ഈ ഒരു 3 വേർഡ് എന്താണ്? അദ്ദേഹത്തിന്റെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഈ ഒരു സത്യസന്ധതയെ കംപ്ലീറ്റ് നശിപ്പിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. മോറൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, ദ പ്ലേ ഹൈലൈറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാൽവിൻസ് സ്ട്രോങ് സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ഹിസ് ഫാമിലീസ് വീക്ക്നെസ് ഫോർ വെൽത്ത്. ഈ രണ്ട് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും ഇടയിലാണ്. ഒന്നെന്ന് പറഞ്ഞത് ബാൽവിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഡ്യൂട്ടി, അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹം സത്യസന്ധമായിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫാമിലി ആണെങ്കിൽ എന്താണ്? ഭയങ്കര വീക്ക്നെസ് ആണ്. കാരണം വെൽത്ത് കാണുന്ന സമയത്ത്, സമ്പത്ത് കാണുന്ന സമയത്ത് അവർ കുറച്ച് വീക്ക് ആവണം. അവർക്ക് ഈ ഒരു ഓണസ്റ്റിയും കാര്യങ്ങളൊക്കെ പോയി കുറച്ചും കൂടി എന്താണ്? ഒരു ഗ്രീഡി പേഴ്സൺസ് ആയിട്ട് മാറാണ് ഫാമിലി മെമ്പേഴ്സ്. ഈ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ബാൽവിൻ ഈസ് ഡീപ്ലി ഹേർട്ട് വെൻ ഹി റിയലൈസസ് ദാറ്റ് ഈവൻ ഹിസ് ഓൺ ഫാമിലി വാണ്ട്സ് ഹിം ടു ബെട്രൈ ട്രൂത്ത്. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവാണ്. എപ്പോ അവന് റിയലൈസ് ചെയ്യാണ്. കാരണം അവന്റെ തന്നെ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? അവനോട് ഈ ഒരു ട്രൂത്ത്, ഈ ഒരു സത്യമൊക്കെ മറച്ചു വെക്കാനും അതുപോലെ തന്നെ സത്യത്തിനെ ചതിക്കാനും ഒക്കെയാണ് ഈ ഒരു ഫാമിലി പറയുന്നത്. അത് ആലോചിച്ചിട്ട്, അത് റിയലൈസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട്, ഹേർട്ട് ആവുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ക്ലൈമാക്സിൽ മിസ്റ്റർ മാർഷൽ വിസിറ്റ്സ് ആൻഡ് അനൗൺസസ് ദാറ്റ് ഗ്രീഷം ഹാസ് കൺഫസ്ഡ് ഹിസ് ക്രൈം നോയിങ് ബാൽവിൻ വുഡ് നെവർ ലൈ. ഇതിന്റെ ക്ലൈമാക്സിൽ മിസ്റ്റർ മാർഷൽ ഇവിടേക്ക് വിസിറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്, അനൗൺസ് ചെയ്യുന്നത് എന്താണ്? ഗ്രീഷം ഓൾറെഡി എന്താണ്? ക്രൈം കൺഫസ് ചെയ്തു, ഞാനാണ് ചെയ്തതെന്ന് ഗ്രീഷം പറഞ്ഞു. കാരണം എന്താണ്? അവർക്കറിയാം ബാൽവിൻ ഒരിക്കലും കളവ് പറയില്ല എന്നുള്ളത്. ബാൽവിൻസ് ഓണസ്റ്റി ഈസ് റിവാർഡഡ്. മാർഷൽ ഓഫേഴ്സ് ഹിം എ ഗുഡ് ജോബ് അറ്റ് ദി തേർഡ് നാഷണൽ ബാങ്ക്. അദ്ദേഹത്തിന്റെ ആ ഒരു ഓണസ്റ്റിക്ക് എന്താണ്? ഒരു റിവാർഡ് കിട്ടുകയാണ്. അദ്ദേഹത്തിന്റെ സത്യസന്ധതക്ക് മാർഷൽ എന്ത് ഓഫർ ചെയ്യാണ്? അവർക്ക് നല്ലൊരു ജോബ് തന്നെ തേർഡ് നാഷണൽ ബാങ്കിൽ ഓഫർ ചെയ്യാണ്. ഇതിലെ മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? ട്രൂത്ത് അൾട്ടിമേറ്റ്ലി ട്രിംസ്. ഇന്റഗ്രിറ്റി മേ ബി ടെസ്റ്റഡ് ബട്ട് ഇറ്റ് ഏൺസ് റെസ്പെക്ട് ആൻഡ് ഓണർ ഇൻ ദി എൻഡ്. ഇന്റഗ്രിറ്റി ഒക്കെ ചോദ്യം ചെയ്യപ്പെടും, നമ്മളെ സത്യസന്ധതയും എല്ലാം ചോദ്യം ചെയ്യപ്പെടും, ടെസ്റ്റ് ചെയ്യപ്പെടും. പക്ഷെ എന്താണ്? അൾട്ടിമേറ്റ്ലി സത്യമാണ് വിജയിക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ്? ഈ ഒരു സത്യസന്ധതയ്ക്ക് നമുക്ക് എന്താണ്? അതിനുള്ള റെസ്പെക്ട്, ഓണർ കാര്യങ്ങളൊക്കെ അവസാനത്തിലായിരിക്കും കിട്ടുക എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ്, സമ്മറി, ആക്ടിവിറ്റീസ് എല്ലാം notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്. അത് വിസിറ്റ് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടും നമ്മുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക, പഠിക്കുക, നന്നായിട്ട് തന്നെ എക്സാം എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.